രാജ്യത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ പാറ്റകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആക്രോശിക്കുന്ന പാറ്റകൾ, നൃത്തം ചെയ്യുന്ന പാറ്റകൾ, സമരം ചെയ്യുന്ന പാറ്റകൾ. കോക്രോച്ച് ജനതാ പാർട്ടിയാണ് എല്ലാറ്റിനും പിന്നിൽ. അതെന്താണപ്പാ അങ്ങനെ ഒരു പേര്? നിസ്സാരമായി തള്ളിക്കളയാൻ വരട്ടെ. എന്താണ് CJP? ഇനി ഈ പറയുന്നത് പോലെ അവരുടെ വലിയ സംഭവമാണോ? അതോ അവരും സെപ്പറേറ്റ് പാർട്ടി തുടങ്ങാൻ പോവാണോ? അതോ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണോ? എന്തായിരിക്കും ഇതിന്റെ പിന്നില്? ആരായിരിക്കും ഇതിന്റെ പിന്നില്? അറിയാൻ കൗതുകമല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു കാണും. എന്നാലും നമ്മളുടെ റിസർച്ചിൽ എന്റെ ഒപ്പീനിയൻ ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. വണക്കം മക്കളെ, ദിസ് ഈസ് സുൽത്താനസ്. വെൽക്കം ടു ഗോൾഡൻ ഗദ്ദാഫി. CJP, കോക്രോച്ച് ജനതാ പാർട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം, പേരറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മെയ് മാസം തുടങ്ങിയ പോലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചീഫ് ജസ്റ്റിസ് നമ്മളെ പോലുള്ള യുവാക്കളെയും ഈ പറയുന്ന ജോലി ഇല്ലാത്തവരും പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സാധനം പറഞ്ഞു. എന്താ, നമ്മൾ യുവാക്കൾ, ജോലിയില്ലാത്ത യുവാക്കളും കണ്ടന്റ് ക്രിയേറ്റേഴ്സും അങ്ങനെ കുറെ ആൾക്കാർ പാറ്റകളെ പോലെയാണ്, കോക്രോച്ചിനെ പോലെയാണ്, പിന്നെ എന്താ പറയുക, പാരാസൈറ്റുകളെ പോലെയാണ്, ബാക്കിയുള്ള ജീവിതം കാത്തിരുന്ന ഒരു ജീവിയാണ് ഈ പാരസൈറ്റ് എന്ന് പറയുന്നത്. പാരസൈറ്റുകളെ പോലെയാണ് കോക്രോച്ചസ്, പാറ്റകളെ പോലെയാണ്, അവിടെ ഇവിടെ എല്ലാം കാണും, ഒരു ഉപയോഗവും ഇല്ല. അത് കുറേ പേര് ആക്ടിവിസ്റ്റ് ആയിട്ട് മാറും, പിന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോഷ്യൽ മീഡിയ ആയിട്ട് മാറും, നാടിനൊരു ഗുണവുമില്ല എന്നും പറഞ്ഞിട്ടാണ് പുള്ളിയുടെ ഒരു വീഡിയോ വന്നത്. അതിനെതിരെ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് #MEMBeCockroach. ഞാനും ഒരു കോക്രോച്ച് ആണ് എന്നൊരു മൂവ്മെന്റ് തുടങ്ങിയതാണ് ഈ കോക്രോച്ച് എന്ന് പറയുന്ന സാധനം. പക്ഷേ ഇത് സംഭവം ഇത്ര ഇതാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ, പണ്ട് പുള്ളി കേജ്രിവാളിന്റെ മറ്റേ ആം ആദ്മി പാർട്ടിയുടെ ഡിജിറ്റൽ വിങ്ങൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു. പുള്ളി ഇപ്പൊ അമേരിക്കയിൽ ബോസ്റ്റണിൽ എവിടെയാണ് പുള്ളി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി ഒരു ട്വീറ്റ് എക്സിൽ ഒരു പേജ് തുടങ്ങി. പണ്ടത്തെ ട്വിറ്ററാണ്, ഇപ്പോഴത്തെ എക്സിൽ ഒരു പേജ് തുടങ്ങി. ആ എക്സിൽ പേജ് തുടങ്ങിയിട്ട് പുള്ളി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മീം ബേസ്ഡ് ഒരു ആള് പ്രസംഗിക്കുന്ന പോലെ ഒരു ഇമേജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സാധനം തുടങ്ങിയത്. പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് എന്നല്ല, വിത്തിൻ മണിക്കൂറുകൾ കൊണ്ട് അത് 12.5 മില്യൺ അടിച്ചു ഗൈസ്. അല്ലല്ല, സോറി, ട്വിറ്ററിൽ അത് റീച്ച് തുടങ്ങി, അത് വലിയൊരു ചർച്ചയായിട്ട് മാറി. അപ്പോൾ പുള്ളിക്കാരൻ പതുക്കെ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങി. ഇൻസ്റ്റാ പേജ് വിത്തിൻ മണിക്കൂറുകൾ 12.5 മില്യൺ ഫോളോവേഴ്സ് ആയി ഗൈസ്. അതിൽ കുറെ ഐഡിയോളജീസ് മുന്നോട്ട് വെച്ചിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ഒരു മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫണ്ണി എലമെന്റ്. അതായത് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന, ലീഗലി ഒരു നിയമപാലകനായിട്ടിരിക്കുന്ന ഒരാള് സമൂഹത്തിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളതും പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ച്, യങ്സ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം പാറ്റകളെ പോലാണ്, നിങ്ങൾ നാടിനൊരു ഗുണവുമില്ല, നിങ്ങൾ ബാക്കിയുള്ളൊരു ജീവിതം ഇല്ലാതാക്കാൻ നടക്കുന്നവരാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത്. അത് ആ പറഞ്ഞ ഒരു സർക്കാസ്റ്റിക് എന്ന രീതിയിലാണ് ഈ സാധനം ആൾക്കാർ ഈ മൂവ്മെന്റ് വെച്ചത്. പക്ഷേ ഈ സംഭവം മാറുന്ന എപ്പോഴാന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ഇൻസ്റ്റാ പേജ് തുടങ്ങി, ഇത് കയറി കത്തിയപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഉള്ളവർ ഇത് ഏറ്റെടുത്ത് ഇപ്പൊ നിൽക്കുന്ന സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ വലിയൊരു സ്ഥിതിയിലാണ്. ഇപ്പോ ഇവര് ഇൻസ്റ്റാ പേജ് തുടങ്ങി, എക്സിലെ ട്വീറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അതിൽ ഒരു 5 കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ആക്റ്റീവ് അല്ല ഗൈസ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇൻസ്റ്റയില് പേജ് കിട്ടുന്നു. ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന പുള്ളിക്കാരൻ റീസെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി പിന്നെ കുറച്ച് അഡ്മിൻസ് ഉണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും ഉള്ള ഈ ഒരു ആക്സസ്, ഇൻസ്റ്റാ പേജിലേക്കുള്ള ആക്സസ് ഇപ്പൊ ഇല്ല. പിന്നെ ഇവരെ CJPയുടെ എക്സ് അക്കൗണ്ട് ഇല്ല. പിന്നെ ഇവർക്കെതിരെയൊക്കെ ത്രെട്ട് വരുന്നുണ്ട്, അഡ്മിൻസിനെതിരെ ത്രെട്ട് വരുന്നുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട്? ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു, ഇത് ഭീകര സംഘടനകളുടെ ക്ലബ്ബാന്ന് പറഞ്ഞിട്ട്.
പക്ഷെ ആക്ച്വലി ഇതൊരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് തുടങ്ങിയാണ്. പുള്ളിക്കാരൻ അമേരിക്കയിലാണ്. ഇപ്പോൾ അത് നാഷണൽ ത്രെട്ട് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ അക്കൗണ്ടുകൾ പൂട്ടിയത്, വെബ്സൈറ്റ് ലോക്ക് ആക്കിയതും സംഭവിച്ചത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് മെയിൻ ഓൺലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇവര് മുന്നോട്ട് ഈ CJP പാർട്ടിയുടെ അജണ്ടയൊക്കെ വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിലൂടെയും ഇവരെ പേജിലൂടെയും ഇവര് ട്വിറ്ററിലൂടെയൊക്കെ ഇവര് പറഞ്ഞ 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്, 5 കോർ ഡിമാൻഡ്. ദാറ്റ് ഇസ് ദേ കോൾഡ് ആസ് മാനിഫെസ്റ്റോ. നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഒരു പാർട്ടിയുടെ അജണ്ട എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവര് പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എണ്ണമാണ്. 1, നോ പോസ്റ്റ് റിവാർഡ് ഫോർ ജസ്റ്റിസ്. അതായത് ഇപ്പം ജഡ്ജിമാരൊക്കെ ഇരുന്നത് ഇതില്ലേ, ജഡ്ജിമാരൊക്കെ നിയമം സർവേ ചെയ്തിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് അവർ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്കും രാജ്യസഭയിലേക്കും ഒക്കെ പോകുന്നൊരു സ്ഥിരം ക്ലിയർ സാധനം ഉണ്ട്. ആ സാധനം പാടില്ല. CJP അധികാരത്തിൽ വന്നാൽ അത് കളയും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മറ്റേ നിയമവ്യവസ്ഥയെ അഫക്റ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ പല ഇത് കാണുന്നുണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് ഏതോ ചീഫ് ജസ്റ്റിസ് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് നേരെ രാജ്യസഭ MP ആയിട്ട് പോയില്ലേ. അങ്ങനെ ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടിയിലും നടക്കുന്നുണ്ട്. പല DGP കേരളത്തിൽ തന്നെ പല DGPകളും കഴിഞ്ഞ് നിയമം കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഇലക്ഷനൊക്കെ നിൽക്കുന്നില്ലേ. അതിപ്പോ അവരുടെ രാഷ്ട്രീയ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു സാധനം അനുവദിക്കില്ല. കാരണം അത് അങ്ങനെ ആൾ പോയി കഴിഞ്ഞാൽ അയാൾ നിയമത്തിൽ ഇരുന്നപ്പോൾ, അയാൾ വർക്കിൽ ഇരുന്നപ്പോൾ ആ പാർട്ടിക്ക് വേണ്ടി അനുകൂലിച്ചായിരിക്കും പ്രവർത്തിച്ചെന്ന ഒരു ജുഡീഷ്യൽ കൺസെപ്റ്റ് വരും, സാധാരണക്കാരെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പുള്ളി ഈ ഒരു അജണ്ട, ഫസ്റ്റ് അജണ്ട പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് 50% വുമൺ റിസർവ്മെന്റ് ഇവര് കൊണ്ടുവരും. ഇപ്പൊ നിലവിലുള്ളത് 30% ആണ്. അതിൽ ഇവര് 50% കൊണ്ടുവരും എന്നാണ് ഇവര് പറയുന്നത്. ഒരു 50%, അതായത് 50-50 ഇക്വാലിറ്റി 50-50 ആക്കും. 50% റിസർവേഷൻ വുമൺ റിസർവേഷൻ കൊണ്ടുവരും എന്നാണ് രണ്ടാമത്തെ മെമ്മോറാണ്ടം ഇത് മാനിഫെസ്റ്റോയിൽ പറയുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രിക്ട്ലി അക്കൗണ്ടബിൾ ഫോർ ഡിലീറ്റിംഗ് വോട്ട്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി ബില്ലും SIR കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോ അതില് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും പുതുതായിട്ട് രജിസ്റ്റർ ആയ ഒരു വ്യക്തിയുടെ വോട്ട് ഡിലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ എന്റെ വീട്ടിന്റെ അപ്പുറത്തെ ചേട്ടന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ 2 പേർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല. കഴിഞ്ഞ വർഷമൊക്കെ വോട്ട് ചെയ്ത ആളാണ്, ഈ വട്ടം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഉള്ളത് എന്ന് വെച്ചാല് അതില് ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം അയാൾ മരിച്ചു എന്ന് വേറൊരാള് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇയാൾക്ക് വോട്ട് നിഷേധിക്കപ്പെട്ടാൽ അതിന് അക്കൗണ്ടബിൾ ആയിരിക്കും. അക്കൗണ്ടബിൾ ആയിരിക്കും? ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് അക്കൗണ്ടബിൾ ആയിരിക്കും. അയാളെ UAPA രാജ്യദ്രോഹ നിയമം തലയിലാക്കിയിട്ട് അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തിനാ? ഓരോ പൗരന്റെ വോട്ടും ഇതാണെന്ന്. ഇതെല്ലാം ഒരു ഫണ്ണി മൂവ്മെന്റ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഗൗരവമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇവരുടെ മാനിഫെസ്റ്റോയുടെ 3ാമത്തെ പോയിന്റ് ആണ് അത്. 4ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ദ ലൈസൻസ് ഫോർ കോർപ്പറേറ്റ് ഓൺഡ് മീഡിയ ഹൗസസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അംബാനി, അദാനി, ബിർള, ടാറ്റ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ കോർപ്പറേറ്റ്സ്. ഇവർക്കൊക്കെ പല പല മീഡിയാസിലും പല പല മാധ്യമങ്ങളിലും പല പല ന്യൂസ് ചാനൽസിലും ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം ഇവരെ കേരളത്തിലും പല ചാനലുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്കത് ഈ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. കേരളത്തിലും പല ചാനലുകളിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ന്യൂസ് ചാനൽസ് ആണ് സാധാരണക്കാര് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് ന്യൂസ് അറിയാൻ വേണ്ടിയാണ് ന്യൂസ് ആണ്. ഈ ന്യൂസിലേക്ക് കോർപ്പറേറ്റ്സിന്റെ മായം കലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സാധനങ്ങൾ അവരെ കുറിച്ചുള്ള ന്യൂസുകൾ പുറത്തേക്ക് അറിയാനുള്ളത് പതുക്കെ ഇല്ലാതാവും. കോർപ്പറേറ്റ് ലോകത്ത് എന്താ നടക്കുക എന്നുള്ളത് അറിയാതെ പരസ്യങ്ങൾ മാത്രമാവും. ഇവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പുറത്തു വരുന്ന കുറയും. ആ ഒരു സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് പേർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഗൈസ്. കേരളത്തിൽ പല മാധ്യമങ്ങളിലും ഒരുപാട് പേർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പം ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവര് അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് അത് ക്യാൻസൽ ചെയ്യുന്നു, ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നു കോർപ്പറേറ്റ്സിന്റെ. പിന്നെ 5ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് വോട്ട് കഴിഞ്ഞിട്ട് ബാൻ ചെയ്യുമെന്നാണ്. അതായത് ഇപ്പം ഒരു പാർട്ടിയിൽ നിന്ന്, അതായത് സ്ഥാനാർത്ഥി ബാൻ ചെയ്യുമെന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ബാൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നടക്കുന്ന പരിപാടിയിൽ മറുകണ്ഠം ചാടുന്ന പരിപാടിയുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ഒക്കെ റിസോർട്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാം റിസോർട്ട് രാഷ്ട്രീയം? നിങ്ങൾ ഒരു ചിഹ്നത്തിൽ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇപ്പൊ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് ആ പാർട്ടിയുടെ കോട്ടയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്.
അതിൽ ജയിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ മറുകണ്ഠം ചാടി വേറൊരു മന്ത്രിസഭ ഉണ്ടാക്കാനാണ് നോക്കുന്നുണ്ടെങ്കിൽ ആ പൊളിറ്റീഷ്യന്റെ അയോഗ്യനാക്കുകയും ചെയ്യും. അതുപോലെ എന്താ പറയാ 20 വർഷത്തെ ബാനും കൊടുക്കുമെന്നാണ് ഇപ്പോൾ ഇവിടെ 5ാമത്തെ അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാല് റിസോർട്ട് രാഷ്ട്രീയമാണെന്നതിൽ ഇപ്പൊ ഒരു പാർട്ടിയെ വിശ്വസിച്ച ആൾക്കാർ ജയിപ്പിച്ചു വിടുമ്പോ ജയിച്ചു കഴിഞ്ഞിട്ട് വേറൊരു പാർട്ടി സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ വെച്ചിട്ടുകൊണ്ടാണ് ഇവര് അജണ്ട തുടങ്ങിയത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തമാശ രൂപേണ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ഇത്ര രീതിയിൽ വൈഡ് സ്പ്രെഡ് ആയി ജനങ്ങളും യുവാക്കളും എല്ലാം ഏറ്റെടുത്തു. അജണ്ട മാനിഫെസ്റ്റോ ഒരു ക്രിട്ടിക്കലി ഒരു സാധനമായിട്ട് മാറി. എന്നുവെച്ചാൽ നേഷനെതിരെ ഒരു പാർട്ടി, അതായത് ഇപ്പൊ നിലവിൽ ഇതൊരു ഓതറൈസ്ഡ് പാർട്ടിയോ കാര്യങ്ങളോ ഒരു ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇങ്ങനെ കുറെ സാധനങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതിൽ പലതും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടികൾക്കും ഒപ്പോസിഷൻ പാർട്ടികൾക്കും ഒക്കെ എതിരായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അപ്പോ ഇത് റീസെന്റ് ആയിട്ടൊരു പോസ്റ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സ് ഇൻസൈറ്റ്സ് എന്നും പറഞ്ഞ് പുറത്തു വന്നത് പാകിസ്ഥാൻകാരുണ്ട്, ബംഗ്ലാദേശികളുണ്ട്, UAE-ക്കാരുണ്ട്, സൗദി അറേബ്യക്കാരുണ്ട് എന്ന് പറഞ്ഞ സാധനം വന്നിരുന്നു. അതാണെന്നും പറഞ്ഞിട്ട് വൈറലായി ഇത് രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അതിന്റെ പിറ്റേന്ന് തന്നെ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒഫീഷ്യൽ ഇൻസൈറ്റ് പുറത്തു വിട്ടു. 91% ഇന്ത്യക്കാർ തന്നെയാണ് അക്കൗണ്ടിൽ ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഇൻസൈറ്റ് നമുക്ക് കിട്ടുമല്ലോ, അത് വിട്ടു. അപ്പോ അതിനെല്ലാം കഴിഞ്ഞാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവര് ആക്സസ് പോയി ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്ത് രാജ്യദ്രോഹം പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാണ്ടായിരിക്കാം. അപ്പം ജനാധിപത്യ രാജ്യത്തിൽ ഒരു പേജ് തുടങ്ങി ഇങ്ങനെ പോകുന്ന ഇത്ര പേടിക്കേണ്ട കാര്യം എന്താണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഇൻസ്റ്റയിൽ കൂടെ ഇത്ര ഒരു ത്രെട്ട് എങ്ങനെ വരുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എന്റെ ഒപ്പീനിയൻ പറയുന്നതേ ഉള്ളൂ. നമ്മളെല്ലാം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നമുക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പം അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിനെതിരെ നടക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹേറ്റ് ക്യാമ്പയിൻ. പലർക്കും പല ഒപ്പീനിയൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു പേജിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെടുക, ട്വീറ്റ് പോവുക, വെബ്സൈറ്റിലൊക്കെ അങ്ങനെ എന്തൊക്കെ സാധനമാണ്. പക്ഷെ ഇതില് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ ഇവര് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ജോലി ഇല്ലാത്തവരായിരിക്കണം, എന്താ പറയാ ലേസി ആയിരിക്കണം, മടി പിടിച്ച ആളായിരിക്കണം, ഒരു ജോലിക്ക് പോകരുത്, മടിയായിരിക്കണം, ഒരു 11 മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നവരായിരിക്കണം ഒരു ദിവസം. പിന്നെ ഈ പറയുന്നത് പോലെ ഈ ചങ്ങായിമാര് ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കണം, എന്തായാലും കണ്ടന്റ് എടുത്താൽ കണ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെ കുറെ ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിന്റെ ജോയിനിങ് ഫോർമാലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനെ കണ്ട് ഇത്ര എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് 5 മാനിഫെസ്റ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇപ്പൊ നടക്കുന്ന നമ്മളെല്ലാവരും മാറണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ 5 കാര്യങ്ങൾ ഇവർ പറഞ്ഞത്. ഇത് കൊണ്ടാണോ എന്നറിയില്ല. ഇപ്പൊ ഇവർക്കെതിരെ നല്ല ബാൻ നടക്കുന്നുണ്ട്. ഇത് എവിടുത്തെ നിൽക്കുമെന്ന് അറിയില്ല. ഇതാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന കുറെ വ്യക്തികളാവുമ്പോ അതിൻ്റെതായ മര്യാദ നമുക്ക് കിട്ടണം. റൈറ്റ് ടു ഫ്രീഡം കൊണ്ടുവന്നിട്ട് ഇപ്പം ഡിജിറ്റൽ റൈറ്റ് ഇപ്പം സിംപിളി ഒരാളുടെ ഇനിഷ്യൽ അക്കൗണ്ടിന്റെ ഒക്കെ ആക്സസ് കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്, ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റ. അപ്പം നമ്മളൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങി അതിനകത്തൊരു കണ്ടന്റ് ഇട്ടിട്ട് നാളെ നോക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റ ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ഇപ്പം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. ഇനിയിപ്പം വല്ല രാഷ്ട്രീയ പാർട്ടിയുടെ ഇൻട്രസ്റ്റ് ആണോ, ഏതെങ്കിലും ഇത് വല്ല കാര്യവും ഉണ്ടോ അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്.